ഹലോ, എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞതാ ഇനി ഞാൻ ഈ വിഷയം എടുക്കില്ല അത്. പക്ഷേ എന്ത് ചെയ്യാനാ, മരിച്ചു പോയിട്ട് പോലും അങ്ങേർക്കൊരു സമാധാനവും ഇല്ല ഈ രേഷ്മ തങ്കച്ചനെ കൊണ്ട്. ആ മനുഷ്യനെ ഇപ്പം ആൾക്കാരെടുത്തിട്ട് കീറി മുറിച്ചുകൊണ്ടിരിക്കുക. ഇതിൽ നിന്ന് ഈ രേഷ്മയ്ക്ക് എന്ത് സംതൃപ്തിയാണോ എന്തോ കിട്ടുന്ന അവസ്ഥ. എന്തായാലും വോയിസ് കേൾക്കാം. മുൻപ് എപ്പോഴോ കേട്ടൊരു കാര്യമായിരുന്നു, ഈ സുധിച്ചേട്ടൻ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, കടം വാങ്ങിച്ച് തിരിച്ചു കൊടുത്തിട്ടില്ല എന്നൊക്കെ. അദ്ദേഹം അത് മരിച്ചപ്പോൾ അതൊക്കെ വിട്ടതാ. ഇതൊക്കെ ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഈ രേഷ്മയുടെ അഹങ്കാരവും നന്ദില്ലായ്മയും ഇന്നും ഇന്നലെയും തുടങ്ങിയതെന്നല്ല വോയിസ് കേട്ടപ്പോൾ മനസ്സിലായി. ഇത് രണ്ടും അവരുടെ കൂടപ്പിറപ്പാണ്. നമുക്ക് വോയിസ് കേട്ടിട്ട് വരാം. എന്റെ വൈഫിന് അനിയനെ ഒന്ന് പരിചയപ്പെടണമെന്ന് അഖിലിനെ ഞാൻ കൊടുക്കാം. അഖിലെ നാട്ടിലെവിടെ? അഖിലെ കണ്ണൂരല്ലേ? ഇവിടെ കിടപ്പുണ്ട്. നാട്ടിലെന്നാ വരിക? ഇങ്ങോട്ട് വരണേ, ഞങ്ങളെ കണ്ടായിരിക്കുമല്ലോ സ്റ്റാർ മാജിക്കില്. പിന്നെ കൊച്ചു TV കാണണം കേട്ടോ. അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിപ്പോയി ഏട്ടൻ. ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ മനസ്സിന് ഒരുപാട് താങ്ക്സ്. അപ്പൊ അഖിലെ ബൈ, ഇടയ്ക്ക് മെസ്സേജ് അയച്ചോളാം കേട്ടോ. സൂചാന്റെ കൊടുക്കാം. എന്നെപ്പോലെ ഒരു സെലിബ്രിറ്റിയെ താനൊരു 4 ദിവസമായിട്ടിട്ട് പറ്റിക്കുകയാണെന്ന് തന്നെ ചേട്ടൻ പറയുള്ളൂ. ഗൾഫിൽ നിന്ന് എന്നെ എന്റെ സുഹൃത്തുക്കള് ഏകദേശം ഒരു 3 മാസം മുമ്പ് വരെ എല്ലാവരും 1 മണിക്കൂർ 2 മണിക്കൂർ മുമ്പ് ക്യാഷ് എല്ലാവരും ചെയ്തു എന്നാണ്. സംസാരിക്കുന്നത് കേട്ടാ തോന്നും ഇങ്ങോട്ട് തരാനുള്ള പൈസ എന്തോ ആണെന്ന്. ഇതൊന്നും അല്ല, ഇത് കടം ചോദിച്ചതാ. ഇതിൽ അവസാനം രേണുവിൻ്റെ ഒരു വോയിസ് ഉണ്ട്. ഇങ്ങനെ പറ്റിക്കലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു തെളിവെടുപ്പ് നടത്തിയതാണ്. അപ്പൊ അതിൽ അവസാന പോർഷനിൽ വൈഫ് വന്ന് സംസാരിക്കുന്ന ഒരു പോർഷൻ ഉണ്ട്, അതാണ് കേൾക്കേണ്ടത്. നല്ല വിഷമമുണ്ട്. അപ്പോൾ ഒരാളിൽ നിന്നൊന്നും അല്ല, കുറേ ആൾക്കാർ ഇതുപോലെ കടം ചോദിച്ച് നടന്നിട്ടുണ്ടല്ലേ. അതാണ് ഈ സംശയം. ആദ്യത്തെ വോയിസും ഇപ്പം കേൾപ്പിച്ച വോയിസും നമ്മൾ ഡിഫറൻസ് ഒന്ന് നോക്കണം. പൈസ ഇരന്ന് മേടിക്കുന്നതിന്റെ ഒരു രീതി, അതായത് ഫാമിലിയോട് അറിഞ്ഞുകൊണ്ടാണ് എന്നാണ് കാണിച്ചത്. ഇനി ഇദ്ദേഹത്തിന്റെ ഫോണിലോട്ട് ഒരു മെസ്സേജ് പോയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽ നമ്മൾ അംഗമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ വരുന്ന മെസ്സേജുകൾ ഇങ്ങനെയാണ്: മകളെ ചേട്ടനെ ഒരു ഹെൽപ്പ് ചെയ്യുമോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചതാണ് കേട്ടോ. എങ്ങനെയാലും ഒന്ന് പെട്ടെന്ന് അയക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോടാ? 2 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പണി പാളൂന്നൊരു സംശയം. നല്ല ടെൻഷനേ ഇരിക്കുക ഞാനും വൈഫൊക്കെ. അതുകൊണ്ടാ ഞങ്ങൾ ഉറങ്ങുള്ളൂ. ഞാനും വൈഫും വെയിറ്റ് ചെയ്യാണ്. നിന്റെ കാശ് വന്നിട്ടേ ഞങ്ങൾ ഉറങ്ങുള്ളൂ. അത്രത്തോളം ടെൻഷനിലിരിക്കുകയാണ്. അതുകൊണ്ടാണ്. ഞാനൊരു പഴഞ്ചൊല്ലാണോ എന്ന് എനിക്കറിയത്തില്ല, ഒരു സംഭവം കേട്ടിട്ടുണ്ട്. എന്ത് കൊടുത്താലും കടം ചോദിച്ചാൽ കൊടുക്കരുത്. കാരണം ആ കടം ചോദിച്ചത് തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ അവരുടെ പിറകെ പട്ടിയെ പോലെ നടക്കേണ്ടി വരുന്നു. അങ്ങനെ ഒരു കാര്യം പറയാം. വേറൊരു കാര്യം ഞാൻ പറയാനുണ്ട്. അത് ഇന്ന് എനിക്ക് അവർ റീഫണ്ട് ചെയ്യുമോ നോക്കട്ടെ. ചെയ്യുവാണെങ്കിൽ ഞാനത് അവിടെ വിടും. ഇല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരും. കുറച്ച് ദിവസമായി അവരെന്നെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. വന്നിട്ടേ ഞങ്ങളും അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭാര്യ ഉറങ്ങുള്ളൂ. നിരന്തരമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ 10-200 വോയിസ് നോട്ടിന് മേലിലുണ്ട് പലരോട് അയച്ചതും ഇതേപോലെ രീതിയിൽ പൈസ ചോദിക്കുന്നതും കാര്യങ്ങളും. വേറൊന്നും മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണങ്ങൾ പറയുന്നത് കുഞ്ഞിന് വയ്യ, അമ്മായിപ്പൻ വയ്യാതെ ഹോസ്പിറ്റലാണ്, കാര്യങ്ങളാണ്, എനിക്ക് പൈസ അയച്ചു തരണം, പിന്നെ ചിലടത്ത് ദാനം കൊടുക്കാനാണ്. ചോദിച്ച് ഇഷ്ടം പോലെ. അതിൽ എന്നെ വിളിച്ച് പറഞ്ഞവർ പറഞ്ഞു, ചേട്ടാ 1 ലക്ഷം രൂപ കൊടുത്തവരുണ്ട്, 2 ലക്ഷം കൊടുത്തവരുണ്ട്, 10,000 കൊടുത്തവരുണ്ട്, 1000 കൊടുത്തവരുണ്ട്, 500 കൊടുത്തവരുണ്ട്. നീയൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ. അംജിത്തെ, നീ എന്നാവർത്ത, നീ ആര്? അംജിത്തെ, എന്നും കൊണ്ടും ഞങ്ങൾ ഇങ്ങനെയൊന്നും കിടക്കത്തില്ല. ഞങ്ങൾക്ക് പൈസ വരുമ്പോ ആ പെണ്ണിന്റെ 10-14 രൂപയുള്ളൂ. അതല്ല കയ്യിലോട്ടങ്ങ്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇപ്പം എന്നെ തെറി വിളിച്ചുകൊണ്ടിരുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അവരെങ്ങനെയും ജീവിച്ചോട്ടെ, ചക്ക മാങ്ങ തേങ്ങ എന്ന് പറഞ്ഞിട്ട്. ഇനി അവർക്ക് എന്താ പറയാനുള്ളത് ഒന്ന് വന്ന് പറയണം. ഓക്കെ, എനിക്ക് 5 മിനിറ്റ് വോയിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ ശരി, എന്നാൽ വേണമെങ്കിൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് വേറെ വരാം.